ഹായ്, അപ്പോൾ ഈ വർഷത്തെ ഓപ്ഷൻസ് കഴിഞ്ഞു. RCBയുടെ ടീമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ എക്സലൻ്റ് ആൻഡ് ബാലൻസ് ടീം എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ മറ്റ് ടീമുകളെ നോക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ നല്ലൊരു ടീമാണ് ഈ വർഷം RCB എടുത്തു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്, അത്യാവശ്യം നല്ല ബോളിംഗ് ലൈനപ്പ് ഉണ്ട്. പ്രത്യേകിച്ച് മുമ്പത്തെ വർഷത്തെ RCB ടീമുകളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷം എടുത്തു വെച്ചിരിക്കുന്ന ടീം വെരി ഗുഡ് ബാലൻസ്ഡ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. മികച്ച പിക്കുകളായിട്ട് തോന്നിയത് സോൾട്ട്, ലിവിങ്സ്റ്റൺ, ജേക്കബ് ബേത്തൽ, അതുപോലെ തന്നെ ഭുവനേശ്വർ കുമാർ, ഹേസൽവുഡ്, കൃണാൽ പാണ്ഡ്യ, ഇതൊക്കെ മികച്ച പിക്കുകളായിട്ട് തന്നെ തോന്നി. വിൽ ജാക്സനെ എടുക്കാതിരുന്നത് എനിക്ക് പേഴ്സണലി കുറച്ച് മോശം സ്ട്രാറ്റജി ആയിട്ട് തോന്നി. പക്ഷേ ടോപ്പ് ഓർഡറിൽ ഓൾറെഡി സോൾട്ട് വന്നതുകൊണ്ടും ജേക്കബ് ബേത്തലൊക്കെ ഉള്ളതുകൊണ്ട് മിഡിൽ ഓർഡറിലായിരുന്നു ബാറ്റ്സ്മാനെ വേണ്ടതെന്നുള്ളതുകൊണ്ടായിരിക്കാം വിൽ ജാക്സനെ എടുക്കാതിരുന്നത്. പക്ഷേ വിൽ ജാക്സ് ഒരു മേജർ മിസ് തന്നെയായിരിക്കും. മുംബൈയിൽ പോയിട്ട് വിൽ ജാക്സ് തകർക്കും, അത് ഉറപ്പാണ്. പിന്നെ വേറൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ടീമിന് ബാക്കപ്സ് വളരെ കുറവാണ്. പ്രത്യേകിച്ചും ടോപ്പ് ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരോ ഓവർസീസ് ബാറ്റ്സ്മാൻമാരോ അല്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരോ തീരെ കുറവാണ്. പ്രത്യേകിച്ചും ഡേവിഡ് വാർണർ, ഗ്ലെൻ ഫിലിപ്പ് ഒക്കെ കൺസോൾഡായി പോയ സ്ഥിതിക്ക് ആരെങ്കിലുമൊക്കെ എടുത്ത് വെക്കാമെന്ന് തോന്നുന്നു. കാരണം 3 ഇംഗ്ലണ്ട് പ്ലേയേഴ്സിനാണ് ബാറ്റിംഗ് ലൈനപ്പിൽ എടുത്ത് വെച്ചേക്കുന്നത്. ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് ആണ്, വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാച്ച് വന്ന് അവർക്ക് പോണ്ടി വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ തകടം വരും. അതൊരു വലിയ നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് ഈ വർഷത്തെ ഓപ്ഷനിൽ. ഓവറോൾ ബാറ്റിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ വെരി ഗുഡ് എന്ന് തന്നെ പറയാം. ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് തന്നെയാണ്. എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ് ടോപ്പ് മുതൽ മിഡിൽ വരെ ഉള്ളത്. പക്ഷേ അപ്പോഴും ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് ഒരു സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ്. വിരാട് കോഹ്ലി, സോൾട്ട് ഓപ്പണിംഗ് അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ വൺ ഡൗൺ ജേക്കബ് ബേത്തൽ ലെഫ്റ്റ് ഹാൻഡർ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. രജത് പട്ടീദർ വരുവാണെന്നുണ്ടെങ്കിൽ, ലിവിങ് സ്റ്റോണും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് ഓർഡർ വളരെ സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത്, പ്രത്യേകിച്ചും ചിന്നസ്വാമിയിൽ. പക്ഷേ ഒരു സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ഇല്ല എന്നുള്ളത് ഈ ഒരു ബാറ്റിംഗ് ലൈനപ്പിനെ എന്തായാലും അത് ബാധിക്കും. പ്രത്യേകിച്ചും ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല മാച്ചുകളൊക്കെ, ടൈറ്റായിട്ടുള്ള മാച്ചുകളൊക്കെ ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു ഫിനിഷർ ഇല്ല എന്നുള്ളത്, ടോപ്പ് ഓർഡറിന് എന്തെങ്കിലും പറ്റി ഒന്ന് കൊളാപ്സ് ആയി കഴിഞ്ഞാൽ താഴേക്ക് ആ ഒരു സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ഇല്ല എന്നുള്ളത് ടീമിനെ ബാറ്റിങ്ങിനെ ബാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഷത്തെ ഏറ്റവും ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നല്ല ഓൾറൗണ്ടേഴ്സിനെ എടുത്തില്ല എന്നുള്ളതാണ്. അത് ഈ ഫിനിഷറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വരുന്നതാണ്. അതായത് ഒരു ഫാസ്റ്റ് ബോളിംഗ് ഓൾറൗണ്ടറിനെ ഒന്നും അവർ പിക്ക് ചെയ്തില്ല. സ്റ്റോണിസ് നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു, സ്റ്റോണിസിനെ നോക്കിയതേ ഇല്ല. അതുപോലെ തന്നെ സാം കറണൊക്കെ ചെറിയ എമൗണ്ടിനാണ് ചെന്നൈക്ക് പോയത്. സാം കറണിനെ നോക്കായിരുന്നു. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾറൗണ്ടറിനെ ആ മിഡിലിൽ, അത് ഓവർസീസ് ഓൾറൗണ്ടറിനെ അവിടെ നോക്കായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഫിനിഷറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓൾറൗണ്ടറിനെ നോക്കായിരുന്നു. അതൊരു വലിയ പോരായ്മയായിട്ട് തന്നെയാണ് തോന്നുന്നത്. കൃണാൽ പാണ്ഡ്യ ഉണ്ട്, ഒബിയസ്ലി കൃണാൽ പാണ്ഡ്യ ഒരു നല്ല പിക്ക് തന്നെയാണ്. അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേഡ് ഉണ്ട്. റൊമാരിയോ ഷെപ്പേഡ് ഉണ്ടെങ്കിലും പക്ഷേ 11ൽ കളിപ്പിക്കാൻ പറ്റുന്ന ഓൾറൗണ്ടർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇപ്പോൾ ഉള്ള ഇതിൽ ഹേസൽവുഡ്, സോൾട്ട്, ജേക്കബ് ബേത്തൽ, അത് ലിവിങ് സ്റ്റോൺ, 4 പേര് കളിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊസിഷനില്ല. അപ്പോൾ ഇവരിൽ ആരെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് കയറാൻ പറ്റിയ ഒരു ഓൾറൗണ്ടർ ആണോ റൊമാരിയോ ഷെപ്പേഡ് എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഒരുപക്ഷെ സ്റ്റോയിനിസ് ആയിരുന്നെങ്കിൽ ഇവരിൽ ആരെങ്കിലും റീപ്ലേസ് ചെയ്തിട്ട് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാൻ ആയിരുന്നു. അപ്പോൾ ആ ടോപ്പ് ഓർഡറിൽ ഓവർസീസ് പ്ലേയേഴ്സിൻ്റെ നല്ല വെയിറ്റേജ് ഉണ്ട്. ബോളിങ്ങിലും അതുപോലെ തന്നെ നല്ല ഓവർസീസ് പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ ആ മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ഒരു ഫിനിഷർ റോളിൽ ഒരു ഓവർസീസ് പ്ലെയർ, ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സ്പിന്നേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഫാർ ബെറ്റർ ആണ്. കാരണം കൃണാൽ പാണ്ഡ്യ വരുമ്പോഴത്തേക്ക് ഒരു നല്ല സ്പിന്നിങ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ശർമ്മ എന്ന് പറയുന്ന ഒരു ഹാൻഡി ആയിട്ടുള്ളൊരു സ്പിന്നർ ഉണ്ട്. കൊൽക്കത്തയിൽ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. പോരാതെ തന്നെ സ്വപ്നിൽ സിംഗും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എബോ ആവറേജ് നല്ലൊരു സ്പിൻ അറ്റാക്ക് എന്ന് പറയാം. പക്ഷേ എക്സെപ്ഷൻ എന്നൊന്നും പറയാനില്ല. ഒരു ഓവർസീസോ അല്ലെങ്കിൽ ഇന്ത്യൻ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ, വിക്കറ്റ് ടേക്കിംഗ് സ്പിന്നർ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ടോട്ടൽ ബോളിംഗ് യൂണിറ്റ് തന്നെ ഒരു എക്സെപ്ഷണൽ സ്ട്രെങ്തിലേക്ക് മാറിയേനെ. ഇനി പേഴ്സ് ബോളിംഗ് യൂണിറ്റിലേക്ക് വന്നാൽ അവിടെയാണ് എക്സെപ്ഷണലായിട്ട് RCB ഈ വർഷം പ്ലേയേഴ്സിനെ എടുത്തു വെച്ചിരിക്കുന്നത്. എക്സലന്റ് വർക്കായിരുന്നു. ഹേസൽവുഡ് ആയാലും ശരി, ഭുവനേശ്വർ കുമാർ ആയാലും ശരി, ലുങ്കി എങ്കിഡി, നുവാൻ തുഷാര എന്ന് വേണ്ട പേസ് ബോളിംഗിൽ അത്യാവശ്യം നല്ല സ്ട്രെങ്തും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കപ്പും അവൈലബിൾ ആണ്. അപ്പോൾ ടോട്ടൽ ടീമിൻ്റെ സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് ആണ്. അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ബോളേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റ് RCB ഈ വർഷം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ വർഷത്തെ പോസിറ്റീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് യൂണിറ്റും ഉണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ RCBയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോസിറ്റീവ്സ്. നെഗറ്റീവായിട്ട് എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഒരു നല്ല പേസ് ബോളിംഗ് ഓൾറൗണ്ടർ ഇല്ല എന്നുള്ള
ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് ഫിനിഷർ ഇല്ല എന്നുള്ളതും ഒരു നെഗറ്റീവായിട്ട് തോന്നി. നന്നാക്കാമായിരുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയത് ബാക്കപ്പ് തീരെ ഇല്ല എന്നുള്ളതാണ്. ബാറ്റ്സ്മാൻമാരുടെ, പ്രത്യേകിച്ചും ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരുടെ ബാക്കപ്പ് തീരെ ഇല്ല. 3 ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബാറ്റിംഗ് ഓർഡർ നിൽക്കുന്നത്. അത് ഒരു വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഇംഗ്ലണ്ട് ബാറ്റ്സ്മാൻമാരെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ടീം നാഷണൽ ഡ്യൂട്ടി വന്നു കഴിഞ്ഞാൽ അവർ പോവും. അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് പരിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ഇല്ല. പ്രത്യേകിച്ചും ഗ്ലെൻ ഫിലിപ്പ്, ഡേവിഡ് വാർണറൊക്കെ അൺസോൾഡ് ആയിട്ട് പോയ ഒരു ഓപ്ഷനിൽ അവർക്ക് ബാക്കപ്പായിട്ട് ഇവരെയൊക്കെ എടുത്തു വെക്കാമായിരുന്നു. ആരെങ്കിലും 1-2 പേരെ എടുത്ത് വെക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു വൻ പരാജയമായിട്ടാണ് ഈ ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ വർഷത്തെ RCBയുടെ ടീമിനെ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 7 out of 10 എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു വെരി ഗുഡ് ടീം എന്ന് പറയാൻ പറ്റും. എക്സലൻ്റ് എന്നോ അല്ലെങ്കിൽ എക്സെപ്ഷണൽ എന്നോ പറയാൻ പറ്റില്ല. ഒരു വെരി ഗുഡ് ടീം, എ ബാലൻസ് ടീം എന്ന് പറയാൻ പറ്റും. അപ്പോൾ RCBയുടെ ഈ ടീമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചും കൂടെ ഓരോ പ്ലേയേഴ്സിനെയും കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.